നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 22/2/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 216, RSS 5 കിലോ 211, ISNR 20 193, ലാറ്റക്സ് 60 യാസിന് 146 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 216, RSS 5 കിലോ 211, ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 207, ലോട്ട് കിലോ 193, 196. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 144, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 108. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 204, RSS 5 കിലോ 201. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 216 രൂപ 95 പൈസ, RSS 5 കിലോ 216 രൂപ 51 പൈസ. ഇനി ഫീൽഡ് ലാറ്റക്സ് 200 രൂപ വ്യാപാരി വില, ഫാക്ടറി വില 210, 25% DRC ഉള്ള 200 ലിറ്റർ 10,000 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ 12,000 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ 14,000 രൂപ. കേരളത്തിലെ വ്യാപാരികളെ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 207 പൈസ, RSS 5 കിലോ 202 പൈസ, ISNR 20 187 പൈസ മുതൽ 188 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 127 മുതൽ 142 രൂപ. ഇതാണ് റബ്ബർ വില. ഇന്നലെ വൈകിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്ത്, എന്നാലും റബ്ബർ ടാപ്പിംഗ് അനുകൂലമല്ല. കാര്യം ഭൂമി ശരിയായി തണുത്തതിന് ശേഷം മാത്രമേ ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്താൽ ശരിയായ രീതിയിൽ റബ്ബർ പാല് കിട്ടത്തുള്ളൂ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,600, ഒരു പവൻ 1,16,800, ഒരു 24 ക്യാരറ്റ് 15,928, ഒരു പവൻ 1,27,424. അതുപോലെ 18 ക്യാരറ്റ് 11,946, ഒരു പവൻ 95,568. ഇതാണ് സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 175 രൂപ, ഒരു പവന് മുകളിൽ 1,400 രൂപയാണ് കൂടിയത്. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 80, പച്ചത്തേങ്ങ 50 മുതൽ 80, ചകരിയുള്ളത്. കശുവണ്ടി 140, വെളിച്ചെണ്ണ ലിറ്റർ 430, കൊപ്ര എടുത്തുപിടി 178, അടയ്ക്ക പുതിയത് 390, അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇടക്കയറും 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 300, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പു 930, പിണ്ണാക്ക് എസ്പെലർ 44, റോട്ടറി 44, കുരുമുളക് അൺകാർബിൾഡ് കിലോ 699, കുരുമുളക് കാർബിൾഡ് കിലോ 719, കുരുമുളക് പുതിയത് 689, ചുക്ക് വെസ്റ്റ് 350, മഞ്ഞൾ സില 185, അടയ്ക്ക പുതിയത് 390, വയനാടൻ കുരുമുളക് 695, നെല്ല് കിൻഡൽ 2,500. ഇന്നലമായിട്ട് മിക്ക പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടി ചെറിയ മഴയായിരുന്നു. മഴ സമയത്തും ഇടിമിന്നലുണ്ടായാൽ വൈദ്യുത പ്ലഗ് അൺപ്ലഗ് ചെയ്യാൻ മറക്കരുത്. വൈദ്യുതി പ്ലഗ് അൺപ്ലഗ് ചെയ്യാൻ നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമിതമായ വോൾട്ടേജ് കയറി വന്ന് മിക്ക ഉപകരണങ്ങളും നശിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഉപയോഗം കഴിഞ്ഞ് അൺപ്ലഗ് ചെയ്യാൻ ശ്രമിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ല.